ഏഴര കൂട്ടത്തിൽ ഒരു വേഷം ചെയ്യാനുള്ള അവസരവും ഭാഗ്യമുണ്ടായി. അദ്ദേഹം ഈ ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ അതൊരു വളരെ നോട്ടബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊന്നുമല്ല. ഈ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര തമാശയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കുറേ തമാശ കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ റീസെൻ്റിലൊക്കെ അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം കിട്ടിയൊരു ഹ്യൂമർ ക്യാരക്ടറാണ്. സിറ്റുവേഷനിലുള്ള തമാശകളാണ്. കുഞ്ഞാക്ക എന്നൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ വേറൊരു പ്രത്യേകത, ഇദ്ദേഹം ഒരു മമ്മൂക്ക ഫാനാണ്. കടുത്ത മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ കഥയിൽ പല സിറ്റുവേഷനിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ലോക്കായി പോകുന്ന കുറേ സിറ്റുവേഷൻ വരുന്നുണ്ട്. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ഇതിലങ്ങനെ വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ജോണറിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ആരോ. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.